കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച 4 കുഞ്ഞുങ്ങളുടെയും സംസ്കാര ഖബറടക്ക ചടങ്ങുകൾ അല്പസമയത്തിനകം തുപ്പനാട് ജുമാ മസ്ജിദിൽ നടക്കും. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ ഖബർസ്ഥാനിൽ 4 കുഴിമാടങ്ങളിലായി അവർ ഇനി അന്തി ഉറങ്ങാൻ പോവുകയാണ്. ഒരേ സ്കൂളിൽ പഠിച്ച, ഒരേ സമയം വൈകുന്നേരം വീട്ടിലേക്ക് പോയ, ഒരേ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും ഒരേ സ്വപ്നങ്ങൾ കാണുകയും ചെയ്ത 4 കുഞ്ഞുങ്ങൾ, അവരുടെ അന്ത്യയാത്രയ്ക്കുള്ള അവസാന ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 3:45 കൂടിയാണ് കല്ലടിക്കോട്ട് ഈ വാഹനാപകടം ഉണ്ടായത്. ടോറസ് ലോറി സിമൻറ്റ് കയറ്റി വന്ന് പാലക്കാട് നിന്ന് മണ്ണാർക്കാടേക്ക് പോകുകയായിരുന്ന സിമൻറ്റ് കയറ്റി വരുന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ട് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. തൽക്ഷണം തന്നെ 3 കുഞ്ഞുങ്ങൾ മരിച്ചു. ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയും മരിക്കുകയും ചെയ്തു. ഏതായാലും ആ ദാരുണമായ സംഭവം, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ആ കുഴിമാടങ്ങളിലേക്ക് എടുക്കുകയാണ്. 4 പേരുടെയും മൃതദേഹങ്ങൾ അടുത്തടുത്ത സ്ഥലങ്ങളിൽ, ഒരേ ഖബർസ്ഥാനിൽ 4 കുഴിമാടങ്ങൾ, അടുത്തടുത്ത 4 കുഴിമാടങ്ങളിൽ അവരെ ഒരുമിച്ച്, ഒരേ സ്കൂളിൽ പഠിച്ചതുപോലെ അവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ അപകടം, അതിനെ കാരണക്കാരായത് ദേശീയപാത അതോറിറ്റിയുടെ നിസ്സംഗതയാണ്, കുറ്റകരമായ അനാസ്ഥയാണ്. നിരന്തരം അടിക്കടി അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ആ റോഡിൻ്റെ അശാസ്ത്രീയത പരിഹരിക്കാൻ ഒരു ശ്രമവും നടത്താത്ത ദേശീയപാത അതോറിറ്റിയാണ് ഈ കൊലപാതകത്തിന് കാരണക്കാർ എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിമാടത്തിലേക്ക് എടുത്തിരിക്കുന്നു. ഇനി മറ്റു 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കുഴിമാടത്തിലേക്ക് എടുക്കും. 12 മണിക്ക് മുമ്പ് തന്നെ, നിശ്ചയിച്ചതുപോലെ തന്നെ 12 മണിക്ക് മുമ്പ് തന്നെ ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്, തുപ്പനാട് ജുമാ മസ്ജിദിൽ നിന്നുള്ള, ഖബർസ്ഥാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിദ, നിദ, ഫാത്തിമ, ഇർഫാന, 4 കുഞ്ഞുങ്ങൾ. ഇതിൽ ഇർഫാനയുടെ മാതാവ് ഇന്നലെ ഇർഫാനയെ വിളിക്കുന്നതിനായി സ്കൂളിലേക്ക് വരുന്നതിനിടെയാണ് ആ ഇർഫാനയുടെ മാതാവിൻ്റെ കൺമുൻപിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം ലോറിക്കടിയിൽപ്പെട്ട് 3 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ഒരു കുഞ്ഞ്, അജ്ന എന്ന് പറയുന്ന ഒരു കുട്ടി, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 5 പേരായിരുന്നു അവർ. വൈകുന്നേരത്ത് ഒരുമിച്ച് വീട്ടിലേക്ക് പോയിരുന്ന, അടുത്തടുത്ത് വീടുകളിൽ താമസിക്കുന്ന 5 കുഞ്ഞുങ്ങൾ. അതിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, അജ്ന. ആ ദുഃഖത്തിൻ്റെ, ആ അപകടത്തിൻ്റെ നടുക്കം വിട്ടുമാറാതെ അജ്ന ഇപ്പോൾ വീട്ടിലുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഖബറടക്ക ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്, ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ കുഴിമാടത്തിലേക്ക് എടുത്തു. ഇനി മറ്റ് 3 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കൂടി കുഴിമാടത്തിലേക്ക് എടുക്കാനുണ്ട്. സ്വാലിഹ്. സിജു, ഖബറടക്കം ആരംഭിച്ചു കഴിഞ്ഞു. പള്ളിയിലെ പ്രാർത്ഥനയ്ക്കും മയ്യത്ത് നമസ്കാരത്തിനും ശേഷം 4 പേരുടെയും ഭൗതിക ശരീരം ഖബറുകളുടെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി മറ്റ് ചടങ്ങുകളൊന്നുമില്ല, ഖബറടക്കം മാത്രമാണ് ഉള്ളത്. അതിനുശേഷം ചെറിയൊരു പ്രാർത്ഥന കൂടിയാണ് ഉണ്ടാവുക. ഇന്നലെ വൈകുന്നേരം മുതൽ ഈ നാട്ടുകാരൊന്നടങ്കം ഈ ഒരു സങ്കടക്കടലിൽ തന്നെ നിൽക്കുകയായിരുന്നു. സ്വാഭാവികമായും അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു വലിയ ദുരന്തം. നാട്ടുകാർ ഏറെക്കാലമായി ഈ വിഷയം, റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ്, സമരം ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും അതിൽ ദേശീയപാത അധികൃതർ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്നതോടെയാണ് ഒരു ഡിവൈഡർ സ്ഥാപിക്കാൻ പോലും കഴിയാതെ വന്നത്. അത് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അപകടമുണ്ടാക്കിയത്. സ്വാഭാവികമായും ഇന്നലെയൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നും നാട്ടുകാരോട് സംസാരിക്കുമ്പോഴെല്ലാം അവർ പ്രധാനമായി പറയുന്ന പരാതി ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞുള്ള യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീടുകളെ സംബന്ധിച്ച് ഇന്ന് രാവിലെ 6 മണി മുതൽ ഈ കുട്ടികളുടെ വീടുകളിലായിരുന്നു പൊതുദർശനം ഉണ്ടായിരുന്നത്. 9 മണിക്ക് ശേഷം ഓഡിറ്റോറിയത്തിലേക്ക്, ഈ പള്ളിക്ക് തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ പരമാവധി ആളുകൾക്ക് കാണാനുള്ള സൗകര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിമാടത്തിലേക്ക് എടുത്തു. 1ാമത്തെ കുഞ്ഞിൻ്റെ മൃതദേഹത്തിന് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ പാകുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിമാടത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. 12 മണിക്ക് മുമ്പ് തന്നെ 4 കുഞ്ഞുങ്ങളുടെയും ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കും. അവർ ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചതുപോലെ അന്ത്യയാത്രയും ഒരുമിച്ച് ഒരേ മണ്ണിൽ അവർ അന്തി ഉറങ്ങുന്നു. അതിൻ്റെ ഖബറടക്ക ചടങ്ങിൻ്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ കുഞ്ഞിൻ്റെയും മൃതദേഹം ഇപ്പോൾ അവിടേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. സ്വാലിഹ്, തുടരാം.
തീർച്ചയായും 6 അടി താഴ്ചയുള്ള ഖബറാണ്. അതിനകത്തേക്ക് മൃതദേഹങ്ങൾ ഇറക്കി വെക്കുന്നു. അതിന് മുകളിൽ ആ തട്ടിലേക്ക് കോൺക്രീറ്റ് സ്ലാബുകൾ വെക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഈ മൃതദേഹത്തിലേക്ക് മണ്ണോ മറ്റോ വീഴാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി മണ്ണ് ഒക്കെ വെച്ച് ഫില്ല് ചെയ്താണ് കബറടക്കുന്നത്, സാധാരണ കബറടക്കുന്നത്. അതനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 4 പേരും തൊട്ടടുത്തടുത്തായി തന്നെയാണ് കബറിടം ഒരുങ്ങിയിരിക്കുന്നത്. അവർ വളരെ 1-ാം ക്ലാസ് മുതൽ അവർ മദ്രസകളിലേക്കും അതോടൊപ്പം സ്കൂളിലേക്കും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്തവരാണ്, ഒരുമിച്ച് പോയവരാണ്. പലപ്പോഴും ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ഇപ്പോഴും ഐഷ ഒഴികെയുള്ള മറ്റു 3 പേരും ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. എല്ലാവരും 8-ാം ക്ലാസ്സിൽ തന്നെയാണ്. ഡിവിഷൻ മാത്രമാണ് അപ്പോഴും വ്യത്യാസമുള്ളത്. സ്കൂളിലേക്കുള്ള യാത്രകളൊക്കെ ഒരുമിച്ച് തന്നെയായിരുന്നു. അങ്ങനെ ഇന്നലെ വൈകിട്ട് മടങ്ങുമ്പോഴാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാവുന്നത്. അപ്രതീക്ഷിതമായി എത്തിയ ഈ ഒരു ആഘാതം നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും ആ ഒരു സങ്കടക്കടലിൽ തന്നെയാണ് ആളുകളെല്ലാം തന്നെ ഉള്ളത്. അതിൽ നിന്നാണ് ആ വലിയൊരു പ്രതിഷേധവും രോഷവും ഒക്കെ നമുക്ക് ഇന്നലെയൊക്കെ കാണാൻ സാധിച്ചത്. ഏതായാലും ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ തന്നെ 1000-ഓളം ആളുകൾ ഈ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. സ്കൂളിലെ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നാട്ടുകാർ, അതോടൊപ്പം ഈ അപകടം കേട്ടറിഞ്ഞെത്തിയവരൊക്കെ ഈ വലിയൊരു ജനാവലി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നിടത്ത് കാണാനുള്ള, പള്ളിയിലെ മയ്യത്ത് നമസ്കാര സമയത്ത് കാണാൻ സാധിച്ചിരുന്നു. പള്ളിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ മയ്യത്ത് നമസ്കാരത്തിന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. അതിനുശേഷം പള്ളിയിലെത്തി പള്ളിയിലെ ഇമാമും മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഇങ്ങനെ 2 ഘട്ടമായാണ് മയ്യത്ത് നമസ്കാരം പൂർത്തിയാക്കിയത്. അത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്. ഇപ്പോൾ ഖബറടക്കം നടക്കുന്നിടത്തേക്ക് കൂടുതൽ ആളുകൾ, അടുത്ത ബന്ധുക്കളൊന്നും അല്ലാത്തവർ ആ ഭാഗത്തേക്ക് ചെല്ലേണ്ടതില്ല. അത് അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുതെന്നൊരു നിർദ്ദേശം വളണ്ടിയേഴ്സും പോലീസും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഖബറടക്ക ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 12 മണിക്ക് മുൻപ് തന്നെ മുഴുവൻ പൂർത്തിയാക്കാറുണ്ട്. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മുൻപേ ഖബറടക്കം പൂർത്തിയാക്കണം എന്ന മതപരമായ ചിട്ട ഉണ്ട്. അങ്ങനെ ഒരു രീതി പാലിച്ചു വരാറുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നത്. സ്വാഭാവികമായും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചക്ക് ജുമാ നമസ്കാരമൊക്കെ ഉണ്ട്. അതിനു മുൻപ് ഈ നടപടികളെല്ലാം തന്നെ, സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കുകയാണ്. ഇപ്പോൾ ഖബറടക്കം അതിന്റെ ഓരോ സ്ലാബുകൾ വെച്ച് ഇത് കോൺക്രീറ്റ് സ്ലാബുകൾ ഫില്ല് ചെയ്യുകയാണ്. അതിന് താഴെ മാത്രം ഏതാണ്ട് 6 അടിയോളം താഴ്ച താഴ്ഭാഗത്തെ അറയ്ക്ക് ഉണ്ട്. 4 പേർക്കായി ഒറ്റ ഖബറിൽ ഈ 4 അറകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അവർ ഒരുമിച്ച് തന്നെ മടങ്ങുകയാണ്. അവർ ഒരുമിച്ച് സ്കൂളിലേക്ക് പോയി, ഒരുമിച്ച് കളിച്ച് വളർന്നവർ ഒരുമിച്ച് മടങ്ങുകയാണ്. ആ കുടുംബമൊക്കെ എങ്ങനെ അതിജീവിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ ഒരു അവസാന നിമിഷം ആയിഷ എന്ന മരിച്ച ആയിഷയുടെ സഹോദരി, ഡൽഹിയിൽ പഠിക്കുന്ന സഹോദരി കാണാനെത്തിയിരുന്നു. വളരെ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു നമുക്ക് വീട്ടിലായാലും പിന്നീട് ഓഡിറ്റോറിയത്തിലായാലും ഒക്കെ കാണാൻ കഴിഞ്ഞിരുന്നത്. റിത ഫാത്തിമയുടെയൊക്കെ സുഹൃത്തുക്കൾ, റിത ഫാത്തിമയ്ക്ക് സ്വന്തമായി വീടില്ല. അവർ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിച്ചു വരുന്നത്. അവരുടെ ഭൗതിക ശരീരം തൊട്ടടുത്തുള്ള ഒരു പൊതുപ്രവർത്തകരായ MS നാസറിന്റെ വീട്ടിലാണ് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിരുന്നത്. നാട്ടുകാരൊക്കെ ഓരോരോ വീടുകൾ, ഇങ്ങനെ ഒക്കെ 2-3 വീടുകൾ വ്യത്യാസത്തിലുള്ള അയൽവാസികളാണ്. ആളുകൾ ഇങ്ങനെ ഓരോ വീടുകളിൽ സന്ദർശിച്ച് അന്ത്യോപചാരം അർപ്പിക്കുന്നു. ഈ സുഹൃത്തുക്കളൊക്കെ രാവിലെ, ഈ സ്കൂളിലെയൊക്കെ സഹപാഠികൾ ഈ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഓടി നടക്കുന്നത് നമുക്ക് കരഞ്ഞുകൊണ്ട്, അലമുറയിട്ടുകൊണ്ട് ഒരു വീടുകളിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കൊക്കെ ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. വലിയ സങ്കടത്തിന്റെ ഒരു കാഴ്ച, ഒരു നാടൊന്നാകെ വലിയ വേദനയിൽ നിൽക്കുന്നതാണ് നമുക്ക് ഈ സമയത്തൊക്കെ, ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഈ അപകടം നടന്ന സ്ഥലം
ഈ ഒരു വർഷത്തിനിടെ മാത്രം 22ഓളം അപകടങ്ങൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. വലിയ ആവശ്യം ഉന്നയിച്ചിട്ടും റോട്ടിലൊരു ഗ്രിപ്പ് നേരത്തെ നൽകിയിരുന്നു. പക്ഷെ അത് പിന്നീട് തേയ്മാനം സംഭവിച്ച് അത് ഇല്ലാതാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വീണ്ടും തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ ദേശീയപാത അതോറിറ്റി ഒരു ഡിവൈഡർ സ്ഥാപിക്കുന്നതിന് പോലുമുള്ള അനുമതി പോലും നൽകുന്നില്ല. അത് സ്ഥാപിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിന് അനുമതി പോലും ഈ മറ്റു ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ച് ഈ ദേശീയപാത നവീകരണത്തിലെ മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞ് ഇത്തരം നൂലാമാലകൾ പറഞ്ഞ് അത് അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഇന്ന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ജില്ലയിലെ 2 മന്ത്രിമാർ ഈ അപകടം നടന്നത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പൊതുദർശനം, അവരുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കൽ, ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകൽ, അതിനുവേണ്ട അത് വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ആംബുലൻസ് ഒരുക്കൽ, അതിനുവേണ്ട പൈലറ്റ് വാഹനങ്ങളുടെ സഹായം, ഇതെല്ലാം നൽകിയിരുന്നു. അതോടൊപ്പം ഈ ബന്ധുക്കളെയൊക്കെ, വിദൂരത്തുള്ള ബന്ധുക്കളെയൊക്കെ കൊണ്ടുവരുന്നതിനുള്ള സഹായം, അതിനുള്ള ക്രമീകരണങ്ങൾ, ഇതെല്ലാം തന്നെ നാട്ടുകാരും സർക്കാരും ഒക്കെ ചേർന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. നാടൊന്നടങ്കം ഈ മരിച്ച കുടുംബങ്ങളോടൊപ്പം നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ കരിമ്പയിലെ വലിയ ഒരു ഈ ഹൃദയഭേദകമായ മണിക്കൂറുകൾ കടന്നു പോകുന്നു. ഏതായാലും ഇപ്പോൾ ഖബറടക്ക ചടങ്ങുകളാണ് ഈ തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.